ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് നാഗർകോവിൽ നമ്മുടെ ആറ്റാങ്കരപ്പള്ളിയിലെ നാഗർകോവിൽ കഴിഞ്ഞിട്ട് പിന്നെ വരണം. ആറ്റാങ്കരപ്പള്ളി പള്ളിവാസലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് ഒരു ഫാമിലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നത്. ഞാനും മക്കളോട്ട് ഇവിടെ വന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് ഇതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. ഞാനൊരു 6-7 മാസം കൊണ്ട് അനുഭവിക്കുന്ന ദുരിതമാണത്. അതുകൊണ്ടാണ് എനിക്ക് നാടും വീടും വിട്ട് തമിഴ്നാട്ടിലേക്ക് വരേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാടെന്ന് പറയുന്നത് നമ്മളോട് എന്താ പറയുക, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഞാനിവിടെ വന്നിപ്പം കഴിഞ്ഞ ഞായറാഴ്ച വന്നത്. അപ്പോൾ ഈ ഞായറാഴ്ച ആയപ്പോഴത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്, നാളെ ആകുമ്പോഴത്തേക്ക് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഉമ്മാണെങ്കിലും ശരി, അവരുടെ മക്കളാണെങ്കിലും ശരി, കുഞ്ഞുമക്കളാണെങ്കിലും ശരി, ഭയങ്കര കെയറിങ്ങും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഫുഡ് കഴിക്കാനാണെങ്കിലും ഫുഡ് ഉണ്ടാക്കി തരാനാണെങ്കിലും ഭയങ്കര സ്നേഹം വെച്ചാൽ അത്ര ഇതാണ്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ തെങ്ങിൻ തോട്ടങ്ങളാണ്. തെങ്ങിൻ തോട്ടം ഉണ്ട്, അതിനകത്ത് പിന്നെ വേപ്പലമരം അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടോ കാറ്റാടി കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ അവിടെ കാറ്റാടി ഉണ്ട്. പിന്നെ അവിടെ ഒരു വീടാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് മതിൽക്കെട്ട്, ചുറ്റും മതിൽക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് ഗേറ്റ് അല്ലാതെ ഉണ്ട്. പിന്നെ അവിടെ ഒരു വീടുണ്ട്. ആ വീട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്ന് ഇതൊരു കുഞ്ഞു വീടും പിന്നെ അതിനകത്ത് വേറൊരു ഫാക്ടറിയും കൂടെ ഉണ്ട്. അവിടെ ആണ് ഹോട്ടലായിട്ടുള്ളത്. അവിടെ ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ ആ ഉമ്മായും എൻ്റെ 2 മക്കളുണ്ട്. പിന്നെ കുറേ ഇവിടെ ആട് കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ. ആട്, കോഴി, പ്രാവുകൾ അങ്ങനെ കുറേ. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. അപ്പോൾ ഇൻഷാല്ലാ നാളെ ഞങ്ങളിവിടെ നിന്ന് എൻ്റെ നാട്ടിലേക്ക് പോവും. അതിൻ്റെ കോലമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അത് തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതെന്നുള്ളത്. ഒരുത്തൻ്റെ ഒരു ഫാമിലിയുടെ ഒരു ഭീഷണി വഴങ്ങി എൻ്റെ മക്കളെയും കൊണ്ട് നാട് വിടേണ്ടി വന്നു. എൻ്റെ മക്കൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാട് വിടേണ്ട അവസ്ഥ എനിക്ക് വന്നത്, വേറൊന്നും കൊണ്ടല്ല. കാരണം എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ മക്കളുടെ ജീവനൊന്നും പറ്റരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കളെയും കൂട്ടിയിട്ട് രാത്രി തന്നെ നാട് വിടേണ്ടി വന്നത്. മനസ്സിലായോ? ഞാനും ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഭർത്താവ് മരിച്ചൊരു വിധവയാണ് ഞാൻ. അപ്പോൾ എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ മക്കൾക്കൊന്നും പറ്റരുതെന്ന് വിചാരിക്കുന്ന ഒരു ഉമ്മയാണ് ഞാൻ. അതാണ് ഞാൻ എൻ്റെ മക്കളെയും കൂട്ടിയിട്ട് ഇത്രയും ദൂരങ്ങൾ താണ്ടി തമിഴ്നാട് വരെ വന്നെത്തിയത്. പക്ഷെ ഇവിടെ എത്തിയെങ്കിലും എല്ലാം റബ്ബ് കൈവിട്ടിട്ടില്ല. കാരണം ഇവിടെ തന്നെ എന്നെ സ്നേഹിക്കാൻ പറ്റിയൊരു ഫാമിലിയെ കിട്ടി, ഒരു ഉമ്മയെ കിട്ടി. കാരണം ഉമ്മക്ക് എന്നോട് അത്ര സ്നേഹമാണ്. എൻ്റെ മക്കളോടാണെങ്കിലും അവരൊരു കൊച്ചുങ്ങളോട് എങ്ങനെയാണ് എന്നുള്ളൊരു രീതിയിലാണ് എന്നോട് എൻ്റെ മക്കളോടും സഹകരിക്കുന്നത്. അപ്പോൾ നാളെ ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. അതായത് എനിക്ക് ഇങ്ങോട്ട് വരാൻ ആ ഉമ്മ എന്നെ കൊണ്ടാണ് വന്നത്. തിരിച്ചെനിക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകണം. അപ്പോൾ ഉമ്മ വരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയും ഉമ്മ വരണ്ട, ഞാൻ പോയിക്കോളാം. പക്ഷെ എനിക്ക് സത്യത്തിൽ വഴി അറിയില്ല കേട്ടോ. കാരണം ഇവിടുന്ന് ബസ് കയറിയാൽ നാഗർകോവിലാണെന്നറിയാം. അവിടുന്ന് നാഗർകോവിലിൽ നിന്ന് ചെറിയൊരു ബസ്സിൽ വേണം നമ്മൾ റെയിൽവേയിൽ എത്താനും. അപ്പോൾ അതൊക്കെ ഇനി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ. എന്തായാലും രാവിലത്തെ ബസ്സിന് ഞാനിവിടുന്ന് പോവും. സങ്കടം ഉണ്ടില്ല എന്നല്ല, കാരണം ഇത്രയും ദിവസം